പണ്ട് ഹജ്ജ് തീർത്ഥാടകർക്ക് എന്തോ സബ്സിഡി കൊടുക്കുന്നു, സൗജന്യം കൊടുക്കുന്നു, അവർക്കെല്ലാം ഉണ്ടാക്കുന്നു എന്നും പറഞ്ഞ് നിലവിളിച്ച ഒരുപാട് വൃത്തികെട്ടവന്മാർ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചത് ഈ സബ്സിഡി ഉള്ളതുകൊണ്ടാണ് മുസ്ലിങ്ങളൊക്കെ മുസ്ലിങ്ങളായി ജീവിക്കുന്നതെന്നും ഹജ്ജ് ചെയ്യാൻ പോകുന്നതെന്നും ഒക്കെയാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ 5 ലക്ഷവും 7 ലക്ഷവും കൊടുത്ത് പുളുങ്കുരു പോലെ ആളുകൾ പോയി വരുന്നുണ്ട്. ഇനി പോകാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിടാൻ സന്നദ്ധരായ ഒരുപാട് ആളുകളും ഈ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവർ സന്തോഷമായി അവരുടെ ചെലവിൽ പോയി തിരിച്ചു വരുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവരെ ഊറ്റിപ്പിഴിഞ്ഞ് ഈ വിമാന കമ്പനികൾക്ക് കൊള്ള ചെയ്യാൻ അവസരമുണ്ടാക്കുന്നു നമ്മുടെ സർക്കാർ എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി. അതിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആലപ്പുഴ MP ആയ KC വേണുഗോപാൽ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ച ഒരു കുറിപ്പ് കണ്ടപ്പോഴാണ് അതിനെക്കുറിച്ച് വിശദാംശം അന്വേഷിച്ചത്. നമ്മൾ സാധാരണ പലപ്പോഴും കേട്ടിട്ടുണ്ട് പണ്ട് ഈ രാത്രി കൊള്ളക്കാർ ഒക്കെ ഉണ്ടായിരുന്നൊരു കാലം നമ്മുടെ നാട്ടിൽ പിടിച്ചുപറിക്കാരുണ്ടായിരുന്നു എന്ന്. ഈ ആളുകൾ കച്ചവടം കഴിഞ്ഞ് പോകുമ്പോൾ, ചന്തയിൽ പോയിട്ട് വരുമ്പോൾ, സാധനങ്ങൾ വിറ്റിട്ട് വരുമ്പോൾ വഴിയിൽ ഈ കറുത്ത തുണിയൊക്കെ കെട്ടി സവിശേഷമായ വസ്ത്രവും കത്തിയുമായൊക്കെ നിന്ന് കയ്യിലുള്ളതും മടിയിലുള്ളതും പോക്കറ്റിലുള്ളതും കൊള്ള ചെയ്യുന്ന ഒരു ഏർപ്പാട് അതിന്ന് സമൂഹത്തിൽ ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒറ്റപ്പെട്ട് മുളക് പൊടി എറിഞ്ഞ് പെട്രോൾ പമ്പുകളെയും കടകളെയും ഒക്കെ മോഷ്ടിക്കുന്ന ദുഷ്ടന്മാരായ ഭീകരന്മാരായ ആളുകളുണ്ട്. പക്ഷേ സർക്കാരും വിമാന കമ്പനികളും ചേർന്ന് ഇപ്പോൾ ഹജ്ജ് യാത്രക്കാരോട് ചെയ്യുന്നത് ഇതേ ക്രൂരതയാണ്. എന്താ സംഗതി? അദ്ദേഹത്തിൻ്റെ കുറിപ്പാണ്. ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് മേൽ അധിക അന്യായമായി അടിച്ചേൽപ്പിക്കുന്ന അധിക വിമാനയാത്രാ നിരക്കിൻ്റെ ബാധ്യത കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുകയോ അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ വിമാന കമ്പനികൾക്ക് കർശന നിർദ്ദേശം നൽകുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകി. മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സംഘർഷാവസ്ഥ ചൂണ്ടിക്കാട്ടിയാണ് വിമാന കമ്പനികൾ ഹജ്ജ് തീർത്ഥാടകർക്ക് മേൽ 10,000 രൂപയുടെ അധിക ബാധ്യത ഏൽപ്പിച്ചിരിക്കുന്നത്. ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ ജീവിതകാലത്ത് വലിയൊരു സ്വപ്നമാണ്. വർഷങ്ങളോളം സ്വരുക്കൂട്ടി വെച്ച ചെറിയ സമ്പാദ്യങ്ങൾ കൊണ്ടാണ് പലരും ഈ പുണ്യയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നത്. ഇത്തരമൊരവസരത്തിൽ അവസാന നിമിഷം ഇത്തരമൊരു വലിയ സാമ്പത്തിക ബാധ്യത സാധാരണക്കാരുടെ മേൽ കെട്ടിവെക്കുന്നത് കടുത്ത അനീതിയാണ്. വിമാന ടിക്കറ്റുകൾ നിയന്ത്രിക്കുന്നതിൽ കേന്ദ്ര സർക്കാരിനും സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിനും സംഭവിച്ച ദയനീയ പരാജയമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്ന് എഴുതി അവസാനിപ്പിക്കുന്ന ഒരു കുറിപ്പാണ്. അതിൽ ഈ അമിത നിരക്ക് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു നിരക്ക് ഫിക്സ് ചെയ്തു, അതിൻ്റെ കാശടപ്പിച്ചു, അവരതിന് 5 ലക്ഷമോ 4.25 3.5 ഒക്കെ അടച്ച് എല്ലാം റെഡി ആയതിനു ശേഷം കയറാൻ ചെല്ലുമ്പോൾ ഒരു 10,000 കൂടി ഇനി താ എന്നാണ് ഈ വിമാന കമ്പനികൾ പറയുന്നത്. എനിക്ക് ഈ വിമാന കമ്പനികളായ നാറികളോട് ചോദിക്കാനുള്ളത്, ഈ നാണം കെട്ട പിടിച്ചുപറി നടത്തുന്നതിനേക്കാൾ നല്ലത് അവിടെ ഒരു ബക്കറ്റും പാത്രവും കൊണ്ട് എവിടെയെങ്കിലും നടന്ന് പിരിച്ച് ഈ നഷ്ടം നികത്തിക്കൂടെ എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഒരു നീതിയും നിയമവും ഒന്നുമില്ലാതെ അങ്ങ് കൊള്ള നടത്തുക, പിടിച്ചു പറിക്കുക. കാരണം ഹജ്ജിൻ്റെ വേളയാണ്, 10,000 ചോദിച്ചാൽ കൊടുക്കും. 10,000 ഒരു പ്രശ്നമല്ല ആളുകൾക്ക്. എന്ന് വെച്ചാൽ ഹജ്ജ് അതിനേക്കാൾ നിർബന്ധമാണ്. ഇത് ചിലവാക്കുന്നതിൽ ഒരു മടിയുമില്ലാത്തവരാണ്. അപ്പോൾ ആ സാധ്യതയെ വിനിയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് പ്രവാസികളോടും ഇത് കാണിക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാനും അല്ലാത്ത ചെയർമാനും എല്ലാവരും കൂടെ ചേർന്ന് അങ്ങ് ആരാണ്ടയൊക്കെ ഉണ്ടാക്കുന്നേ, ന്യൂനപക്ഷത്തിന് അങ്ങനെ ചെയ്യുന്നേ, അത് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞത്. പണ്ട് സബ്സിഡി കൊടുത്തപ്പോൾ നിലവിളിച്ച ഒരു നാറികളെയും ഇത്തരം ചൂഷണങ്ങൾ കാണുമ്പോൾ മിണ്ടുന്നില്ല എന്നതാണ് സത്യം. വേറെന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇപ്പോൾ രംഗത്ത് വന്നേനെ. അങ്ങനെ ഉണ്ടാക്കി, ഇങ്ങനെ ഉണ്ടാക്കി, അത് നടത്തി, ഇത് നടത്തി എന്ന് പറഞ്ഞിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതായാലും ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിന് ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്ത KC വേണുഗോപാലിന് അഭിനന്ദനങ്ങൾ.